ക്രൂശ് കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാത്യാഗത്തെ ക്രൂശ് കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഇരുളിനെ ഭയപ്പെടരുത്. ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വമാണിത്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇരുൾ നിറഞ്ഞ അനുഭവങ്ങൾ കടന്നു വരുന്നു? ദൈവം എന്തിനാണ് ഈ ഇരുളിനെ അനുവദിച്ചിരിക്കുന്നത്? ഇരുളിനെ എങ്ങനെ കീഴടക്കുവാൻ കഴിയും എന്നീ വിഷയങ്ങളെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ് ഗൾഫിന്റെ ദേശത്ത് തിരുവചന അടിസ്ഥാനത്തിൽ പ്രസംഗിക്കുന്ന ഈ സന്ദേശം നമുക്ക് ശ്രദ്ധിക്കാം. പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. ദൈവവചന ധ്യാനത്തിനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് 30-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം ഒരുമിച്ച് വായിക്കാം. അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്റെ ശബ്ദപരിധി കേൾക്കുന്ന ദൈവജനമേ, പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം ശ്രവിക്കുവാൻ നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമുക്കിരിക്കാം. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരും. പിതാവേ, അങ്ങയുടെ ജനത്തോട് അങ്ങ് സംസാരിച്ചത് അടിയനെ അങ്ങയുടെ ജനത്തെ ഏൽപ്പിച്ചു തരുന്നു. ഹൃദയങ്ങളെ തുറന്നു കൊടുത്തു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വരും. അനേകർക്കൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ സന്ധ്യയെങ്കിൽ കരച്ചിൽ വരുന്നത്? നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദൈവം, നന്മ മാത്രം ചെയ്യാൻ അറിയുന്ന ദൈവം എന്തുകൊണ്ട് ഈ കരച്ചിൽ അനുവദിക്കുന്നു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ വിഷയങ്ങൾ കടന്നു വരുന്നു? എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ. തിരുവചനത്തിലെ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി, അതായത് കർത്താവായ യേശു, സർപ്പത്തിന്റെ, അതായത് പിശാചിന്റെ തല, അതായത് രാജ്യം തകർക്കും. എന്നാൽ അതേ പിതാവ് തന്നെ തന്റെ വായ കൊണ്ട് പറയുകയാണ്, നീ, അതായത് പിശാച്, അവന്റെ, അതായത് യേശുവിന്റെ കുതിക്കുന്ന കാല് തകർക്കും. ഇത് നിങ്ങൾ ഒരു പ്രസംഗപീഠത്തിലും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടാകില്ല. എന്തിനാണ് ദൈവം ഇത് പറഞ്ഞത്? സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, പിശാച് യേശുവിന്റെ കുതിക്കുന്ന കാൽ തകർക്കും. ദൈവവചനം നോക്കുമ്പോൾ ഒരിക്കലും ഉഷസ്സായിട്ടല്ല സന്ധ്യയായത്. എപ്പോഴും
സന്ധ്യ ആയതിനു ശേഷമേ ഉഷസാകൂ. ആമേൻ. ഉഷസായിട്ടല്ല സന്ധ്യ ആകുന്നത്. കർത്താവ് തന്റെ ക്രിയേഷൻ മുഴുവൻ നോക്കുമ്പോൾ, സൃഷ്ടിപ്പ് മുഴുവൻ നോക്കുമ്പോൾ സന്ധ്യ ആയതിനു ശേഷമേ ഉഷസാകൂ. ഇവിടെയും പറയുക, സന്ധ്യയെങ്കിൽ കരച്ചിൽ വരും. ആമേൻ. പലരുടെയും ജീവിതത്തിലെ ഇരുട്ട്, പലരുടെയും ജീവിതത്തിലെ സന്ധ്യ എന്തെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ 1 Corinthians chapter 15 15 അധ്യായം അതിന്റെ 45, 46, 47 വാക്യങ്ങൾ വായിക്കുമ്പോ നമുക്കവിടെ ഒന്ന് മനസ്സിലാകും. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന്. ജീവനുള്ള ദേഹി. അപ്പോൾ എങ്ങനത്തെ ഒരു ആദം കൂടി ഉണ്ട്? ഒന്നാമത്തെ ആദം ഉണ്ട്. ഇനി എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇപ്പൊ എത്ര ആദത്തെ കണ്ടു? 2 ആദത്തെ കണ്ടു. ഇനി താഴേക്ക്. എന്നാൽ ആത്മീകമല്ല. പ്രാകൃതമത്രേ ഒന്നാമത്തേത്. പ്രാകൃതമത്രേ ഒന്നാമത്തേത്. അപ്പോ ഒന്നാമത്തേത് ആത്മീയമാണോ പ്രാകൃതമാണോ? ഒന്നാമത്തേത് പ്രാകൃതമാണ്. ആമേൻ. ഒന്നാമത് വരുന്നത് പകലല്ല, ഒന്നാമത് വരുന്ന രാത്രിയ, സന്ധ്യ. ആമേൻ. രണ്ടാമതേ പകല് വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോഹയുടെ പെട്ടകം, അത് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ മക്കളുടെയും മൃഗങ്ങളുടെയും ഒരു വാഹന പെട്ടകമാണ്. ആ പെട്ടകത്തിൽ 2 തരം സന്ദേശം നമ്മത്തിൽ നിന്ന് ലഭിക്കുന്നു. വെള്ളപ്പൊക്കം കഴിഞ്ഞു, വെള്ളം താണു തുടങ്ങി. അവിടെ 2 തരം പക്ഷിയുണ്ട്. ആദ്യം അനേക പക്ഷികളിൽ നിന്ന് 2 തരം പക്ഷി അവിടെ കാണിക്കുന്നു. ആദ്യം അയച്ചത് പ്രാവിനെ അല്ല, ആദ്യം അയച്ചത് കാക്കയെയാ. രണ്ടാമതാണ് പ്രാവിനെ അയക്കുന്നത്. ആമേൻ. ആദ്യം എപ്പോഴും തിരുവചനത്തിൽ പ്രാകൃതം കാണിക്കുന്നു. ആദ്യം എപ്പോഴും തിരുവചനത്തിൽ സന്ധ്യ കാണിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇത് എന്തിനാണ് നാം മനസ്സിലാക്കണം. ലോകമക്കളെ പോലെ ഉപജീവനത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല നാം ഇവിടെ. ദൈവം ആദത്തെ സൃഷ്ടിച്ചത് ആദത്തിന് ഉപജീവനം കൊടുക്കാൻ വേണ്ടിയല്ല. ആദത്തിന് ഉപജീവനം കൊടുക്കാൻ വേണ്ടി ആദത്തിനോട് ജോലി ചെയ്യാൻ ദൈവം പറഞ്ഞില്ല. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദത്തിന് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ദൈവം ആദത്തെ സൃഷ്ടിച്ചത്. ആമേൻ. ദൈവം ഇന്നലെയോ, ദൈവം ഇന്നും, ദൈവം നാളെയും മാറാത്തവൻ, അനന്യൻ. ആമേൻ. എങ്കിൽ ഇന്നലെ ആദത്തിന് വേണ്ടി സകലത ഉണ്ടാക്കിയ ശേഷം ആദത്തെ സൃഷ്ടിച്ച ദൈവം ഇന്ന് മാറുമോ? ഇല്ല. ആമേൻ. നമ്മളെ പുതിയ സൃഷ്ടികളാക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട സകലതും ദൈവം ഒരുക്കി കഴിഞ്ഞു. ആമേൻ. ദൈവം ആരോട് സംസാരിക്കുന്നു? പ്രിയ കുഞ്ഞെ, നീ അലയുകയാ, നീ അലയുക. ദൈവമേ, എനിക്ക് ഞാനിനി എന്ത് ചെയ്യും കുഞ്ഞെ? നീ അന്വേഷിക്കുന്ന കാര്യം ദൈവം യുഗങ്ങൾക്ക് മുമ്പേ നിനക്ക് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞു. ആമേൻ. നീ അത് കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മുഖം ഇന്ന് കുനിഞ്ഞിരിക്കുന്നത് പോലെ കുനിഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയും അതിനുതകമായ ഒരു പ്രോഗ്രാമും ചിന്തയും കുഞ്ഞെ നിന്റെ അകത്തുണ്ട്. അതുകൊണ്ടത്രേ ഇന്ന് നിന്റെ മുഖം കുനിഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എപ്പോ നിന്നെ വിടുവിക്കുമെന്ന് കേട്ടുകൊണ്ടിരുന്നാൽ എന്നത് അത് കേട്ടുകൊണ്ടിരിക്കാനേ നേരമുള്ളൂ. കാരണം നീ ഓൾറെഡി വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. വിടുവിക്കപ്പെട്ട് കഴിഞ്ഞവനോട് ഇപ്പൊ വിടുവിക്കുമെന്ന് പറയുന്ന സുവിശേഷമല്ല ക്രിസ്തുവിന്റെ സുവിശേഷം. കൊളോസ്യർ 1:13 പറയുകയാണ്, നിങ്ങളെ ഓൾറെഡി വിടുവിച്ച് കഴിഞ്ഞു. ആമേൻ. വീണ്ടും പറയാ, ഇപ്പൊ വിടുവിക്കുമെന്ന്.
ഇനി നിങ്ങൾക്കല്ല പിശാചിൽ നിന്ന് വിടുതൽ വേണ്ടത്. പകരം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു വൃത്തികെട്ട ചിന്തയുണ്ട്. ദുഷ്ടൻ നിക്ഷേപിച്ചത്, ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത്, ദൈവത്തിനെതിരെ മെറുമറക്കുന്നത്, പിറുപിറക്കുന്നത്, കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം എന്നിലും നിങ്ങളിലുമുണ്ട്. അതിൽ നിന്നത്രേ നമുക്ക് വിടുതൽ വേണ്ടത്. ഹല്ലേലൂയ. 1:13 വായിച്ചേ സിസ്റ്റർ. കൊളോസ്യൻ 1:13. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിക്കുമെന്നാണോ പറഞ്ഞേ? വിടുവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ പറഞ്ഞേ? പിന്നെ എന്താ പറഞ്ഞേ? വിടുവിച്ചു. കുഞ്ഞെ, നിനക്ക് ഒരു സ്ഥലത്ത് ജോലി തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജോലി കിട്ടിയെന്നാ. ഇനിയും അവിടെ ചെന്നിട്ട് രാവിലെ ചെന്നിട്ട് ജോലി തരുമോ എന്ന് ചോദിക്കണ്ട. ഭൗതിക കാര്യങ്ങളെ കുഞ്ഞെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ ആത്മീയമായ സിമ്പിൾ കാര്യം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഇന്ന് നമ്മൾ ആരും പിശാചിന്റെ കീഴിലല്ല. പക്ഷെ മറക്കരുത്, നമ്മൾ അവന് എതിരാണ്. നമുക്ക് അവനോട് യുദ്ധമുണ്ട്. യുദ്ധമുള്ള വ്യക്തിയുടെ മുമ്പിൽ ചെന്നിട്ട് മിണ്ടാതെ ഇരുന്ന് ഓടുത്ത അവൻ നമ്മുടെ തലയിൽ കയറും. പകരം ദൈവത്തിന്റെ വചനം പറഞ്ഞ് പിശാചിനോട് വിടുവിക്കാൻ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞ്, എതിർത്ത് നിൽപ്പേൻ. കാരണം എനിക്ക് നിങ്ങൾക്ക് യുദ്ധമുണ്ട്. ഈ ഭൂമിയിലെ ശാന്തയോടും ജോസഫിനോടും വാക്യോടും അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, അതായത് പിശാചിന്റേതായ സേനയോട് എനിക്ക് നിങ്ങൾക്ക് യുദ്ധമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിനെ മനസ്സിലാക്കുക. എന്തുകൊണ്ട് ദൈവം ഇരുൾ അനുവദിച്ചോ? നമ്മുടെ ഉള്ളിൽ ഇന്ന് 2 ആദമുണ്ട്. അല്ല എങ്കിൽ 2 ആദത്തിന്റെ മിക്സാ നമ്മൾ. 1 Corinthians 15:46 പറയുകയാണ്, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. വായിച്ചോ. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 47. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. ഒന്നാം മനുഷ്യൻ ഇതാരാ? ആദം. ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. അതായത് ദൈവിക ഭാഷയിൽ നമ്മൾ പഠിച്ച ഭാഷയിൽ പറഞ്ഞാൽ 5 നിന്നുള്ളവൻ, 5 കിങ്ഡങ്ങളുള്ള ഭൂമിയിൽ നിന്നുള്ളവൻ. എന്നാൽ അതിന്റെ തുടർച്ച, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. രണ്ടാം ആദം അല്ലെങ്കിൽ ഒടുക്കത്തെ ആദം 7 നിന്നുള്ളവൻ, സ്വർഗത്തിൽ നിന്നുള്ളവൻ. ആമേൻ, ആമേൻ. അപ്പോ ഒന്ന് ദൈവരാജ്യത്തിൽ നിന്നുള്ളതും ഒന്ന് ഭൂമിയിൽ നിന്നുള്ളതും. ഒന്നാം ആദം ഭൂമിയിൽ നിന്നുള്ളതും രണ്ടാം ആദം ഒടുക്കത്തെ ആദം ദൈവരാജ്യത്തിൽ നിന്നുള്ളതും. ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സാ നമ്മൾ. ആമേൻ. അതായത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും ഒരു മിക്സാ നമ്മൾ. പിടുത്തം കിട്ടിയില്ല. ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും ഒരു മിക്സ്. നമ്മളുടെ പുറമേ ഉള്ള മനുഷ്യൻ, താൽക്കാലിക മനുഷ്യൻ ആദാനുരൂപമാണ്. ആമേൻ. എന്നാൽ അകത്ത് സൃഷ്ടിക്കപ്പെട്ട പുതിയ സൃഷ്ടി ക്രിസ്താനുരൂപമാണ്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആയിരിക്കുകയാണ്. ദൈവം ഇത് രണ്ടും കൂടി മിക്സ് ആകാൻ അനുവദിക്കത്തില്ല. ദൈവം എപ്പോഴും ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിക്കും. ദൈവത്തിന്റെ ഒരു പ്രത്യേക നേച്ചർ അത്. ദൈവം എപ്പോഴും ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ ഇരുളിനോടുകൂടെ ഈ വെളിച്ചം ഇരുന്നാൽ ഓൾവേസ് വെളിച്ചം ഇരുളിനെ കീഴടക്കും. പക്ഷെ മനുഷ്യ ജീവിതത്തിൽ അത് നമ്മളുടെ സമ്മതം കൂടാതെ സാധ്യമല്ല.